ഹായ് ഓൾ, വെൽക്കം ടു ട്രേഡ് സൈക്ലോപീഡിയ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് റെങ്കോ ചാർട്ട് അതെന്താണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും ട്രേഡിങ്ങിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അത് വെച്ചിട്ട് എങ്ങനെ സ്ട്രാറ്റജി ചെയ്യാം എല്ലാ കാര്യങ്ങളും, അതായത് റെങ്കോയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ട്രേഡേഴ്സ്, അതായത് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവരും ചാർട്ട് വൈസ് പാറ്റേൺ ഒക്കെ നോക്കുന്നവരും അധികം ആരും യൂസ് ചെയ്യുന്ന ഒരു ചാർട്ട് അല്ല റെങ്കോ. കാരണം ധാരാളം ഡിസഡ്വാൻറ്റേജസ്, ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള എൻട്രീസ് തരാൻ ഈ റെങ്കോയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറയുന്നത്, ഇങ്ങനെ റെങ്കോ യൂസ് ചെയ്തിട്ട് റോങ് ആയിട്ട് എൻട്രി വരുന്നതും അല്ലെങ്കിൽ റെങ്കോ വെച്ചിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അത് അഡ്വാൻറ്റേജസ് എടുക്കാൻ പറ്റാതെ പോകുന്നത് റെങ്കോ ചാർട്ട് എങ്ങനെയാണെന്നും ഇങ്ങനെയാണ് റെങ്കോ ചാർട്ട് പ്ലോട്ട് ആവുന്നതെന്നും അതിൻ്റെ യൂസ് എന്താ, ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കാതെ ആളുകൾ റെങ്കോയിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് റെങ്കോയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. അതായത് സാധാ ചാർട്ടിൽ നിന്ന് കംപ്ലീറ്റ് നോർമൽ നമ്മളുടെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആയിക്കോട്ടെ, ഹൈക്കനാഷി പാറ്റേൺ ആയിക്കോട്ടെ, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് റെങ്കോയുടെ കോൺസെപ്റ്റ്. റെങ്കോ മൂവ് ചെയ്യുന്നത് ടൈമിനനുസരിച്ചിട്ടല്ല. സോ റെങ്കോയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് ഇത് ഹൈക്കനാഷി പോലെ തന്നെ ഒരു ജാപ്പനീസ് ചാർട്ടിംഗ് പാറ്റേൺ ആണ് റെങ്കോ. സോ എങ്ങനെയാണ് അത് റെങ്കോ വന്നതെന്നുള്ളത് സ്റ്റോറി പറയാം. സോ ഇത് റെങ്കോ എന്നുള്ള വേർഡ് വന്നത് രംഗ മീൻസ് ലൈക്ക് ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കട്ട അല്ലെങ്കിൽ ഒരു കല്ല് എന്ന് തന്നെ വെച്ചോ, കട്ട. ഓക്കെ, ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് പഴയ ജാപ്പനീസ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സ് അല്ല, മാർക്കറ്റിൽ നോർമൽ ട്രേഡ് ചെയ്യുന്നവർ. അവർ എന്ത് വേണമെങ്കിലും ട്രേഡ് ചെയ്തോട്ടെ, ഒരു കമോഡിറ്റി സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, ഒരു മാർക്കറ്റിൽ ഇപ്പം ഒരു അരി കച്ചവടം ചെയ്യുന്ന ആള് ഒരു ചാക്ക് കണക്കിന് അരി, അപ്പം അവരുടെ ഒരു ഗോഡൗൺ ഉണ്ട്, അവരവിടുന്ന് ഒരു റീറ്റെയിൽ ട്രേഡറാണ്, അരി സെല്ല് ചെയ്യുവാണ്. സോ അവർ അന്നത്തെ സമയത്ത് കമ്പ്യൂട്ടേഷനു വേണ്ടി ഇതുപോലെ കാൽക്കുലേറ്റേഴ്സോ, അതായത് വളരെ ഏൻഷ്യൻ ഹിസ്റ്ററിയിലാണ് കാൽക്കുലേറ്റേഴ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. സോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാക്ക് അരി അവിടെ സെല്ലാവുമ്പം അവർ ഒരു കട്ട പ്ലേസ് ചെയ്യും, അതായത് ഒരു കട്ട അവരെടുത്ത് വെക്കും. ഓക്കെ, ആ കട്ട വെച്ച് കഴിഞ്ഞാൽ അതൊരു ചാക്ക്, അതായത് ഒരു ക്വാണ്ടിറ്റി, അതായത് ഒരു ചാക്ക് എന്നുള്ളത് ഒരു ചാക്ക് അരി വിറ്റ് പോയെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ഒരു ബ്രിക്ക്, അത് അവരവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ചാക്കരി വീണ്ടും വിറ്റ് പോകുമ്പം ഒരു കട്ടയും കൂടെ അവരതിൻ്റെ മുകളിലേക്ക് വെക്കും. ഓക്കെ, ദെൻ അടുത്ത ഒരു 5 ചാക്ക് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ 5 കട്ടകൾ അതിൻ്റെ മുകളിൽ അടുക്കി വെക്കും. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടകൾ എത്ര കൗണ്ട് ചെയ്യുന്നു അത്രയാണ് നമ്പർ ഓഫ് സാക്ക് അരി സെല്ല് ചെയ്തതിൻ്റെ കൗണ്ട്. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പം ഇതേപോലെ തന്നെ ഇതിൽ നിന്ന് 2 അരി തിരിച്ച് റിട്ടേൺ ആയി, ഇവർ സെല്ല് ചെയ്ത ഇതിൽ 2 ചാക്ക് അരി റിട്ടേൺ ആയിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ 2 ചാക്ക് എന്നുള്ളത് കോൺസെപ്റ്റ് അവർ വിറ്റ്, അതായത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി, അതായത് 5 കട്ടയാണ്, ഇപ്പം 5 ചാക്കരിയുടെ 5 കട്ടകൾ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 എണ്ണം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇത് നോർമലി 2 എണ്ണം 2 കട്ട അവർ എടുത്തു മാറ്റും. സോ എൻഡ് ഓഫ് ദി ഡേ ആ ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുന്നതാണ് നമ്പർ ഓഫ് സാക്ക് റൈസ് സെല്ല് ചെയ്തതിൻ്റെ കൗണ്ട്. സോ ഈ സെയിം കോൺസെപ്റ്റ് ആണ് ഈ ചാർട്ട്, അതായത് റെങ്കോ ചാർട്ട് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് എടുത്തേക്കുന്നത്. സോ ട്രേഡിങ്ങിൽ ഇത് പറയാനാണെങ്കിൽ ഈ റെങ്കോ ചാർട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ റെങ്കോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്രിക്ക് സൈസ് ആണ്. സോ നമ്മുടെ ഇവിടുത്തെ ബ്രിക്ക് സൈസ് എന്ന് പറയുന്നത് ഓരോ ബ്രിക്ക്, അതായത് ആ ബ്രിക്കിന്റെ സൈസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ ഡിഫൈൻ ചെയ്യുന്ന ശ്രദ്ധിക്കണം, പ്രൈസ് ആണ് അതിൻ്റെ, അതായത് 1 കൊടുക്കാം, 2 കൊടുക്കാം, 5 കൊടുക്കാം, 10 കൊടുക്കാം, അങ്ങനെ എത്ര എമൗണ്ട് വേണേലും പ്രൈസ് കൊടുക്കാം. സപ്പോസ് ഞാൻ 5 രൂപയാണ് ഒരു ബ്രിക്ക് സൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റെങ്കോ ചാർട്ടിൽ 5 രൂപയുടെ പ്രൈസ് മൂവ്മെന്റ്, അപ്പ് സൈഡ് ആയിക്കോട്ടെ ഡൗൺ സൈഡ് ആയിക്കോട്ടെ, 5 രൂപയുടെ പ്രൈസ് മൂവ്മെന്റ് വരുമ്പോൾ ഒരു ബ്രിക്ക് ഫോം ആവും. ഒരു ക്യാൻഡിൽ അല്ല, ഒരു ബ്രിക്കാണ് ഫോം ആവുന്നത്. അതിനൊരു ഓപ്പണും ഒരു ക്ലോസും മാത്രമേ കാണത്തുള്ളൂ. ആ ഓപ്പണും ക്ലോസും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 5 ആയിരിക്കും. ആ 5 റുപ്പീസിന്റെ മൂവ്മെന്റ് ആ സ്റ്റോക്കിൽ നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു ബ്രിക്ക് ഫോം ആവില്ല.
അതാണ് റെങ്കോയുടെ ബേസിക് കോൺസെപ്റ്റ്. അത് മാത്രമാണ് കോൺസെപ്റ്റ്. അതായത് ടൈം ബേസ് ചെയ്തിട്ടല്ല, സാധാ ക്യാൻഡിൽ സ്റ്റിക്ക് പോലെ ടൈം ബേസ് ചെയ്തിട്ടല്ല മൂവ് ആവുന്നത്. സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ്, ആ ബ്രിക്ക് സൈസിന്റെ പ്രൈസ് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അപ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെന്റ് വരുന്നത്. സോ ഞാനത് ചാർട്ടിൽ കാണിച്ചു തരാം, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമുക്കൊരു ചാർട്ട് എടുക്കാം. സോ എനിവേ ഒരു സ്റ്റോക്ക്, ഓക്കെ, ബയോകോൺ സ്റ്റോക്കിന്റെ തന്നെ ചാർട്ട് നമുക്ക് എടുക്കാം. സോ ഒരു ബയോകോൺ സ്റ്റോക്കിന്റെ ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇത് 1 മിനിറ്റ് ആണ് ബൈ ഡിഫോൾട്ട് വന്നത്. ഞാനത് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുവാണ്. സെറോദയിലെ തന്നെ ചാർട്ടാണിത്. സോ ഞാനൊരു 1 ഡേ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് റെങ്കോ ആണ്. സോ റെങ്കോ പാറ്റേൺ ആണ്. സോ ക്യാൻഡിൽ സ്റ്റിക്കും അല്ല, ഹൈക്കനാഷി അല്ല, ഞാനിത് റെങ്കോ പാറ്റേണിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. സോ ഡിസ്പ്ലേയിൽ ഈ റെങ്കോ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സോ റെങ്കോ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഇത് റെങ്കോ ചാർട്ടിലേക്ക് മാറും. പക്ഷെ ആ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ബ്രിക്ക് സൈസ് ഡിഫൈൻ ചെയ്യണം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ബ്രിക്ക് സൈസ്. സോ ഞാൻ റെങ്കോ സെലക്ട് ചെയ്തിട്ട് അവിടെ സെറ്റിങ്സിൽ ഇവിടെ ബ്രിക്ക് സൈസ് ബൈ ഡിഫോൾട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ATR, ആവറേജ് ട്രൂ റേഞ്ച് വെച്ചിട്ടുള്ള ഒരു ബ്രിക്ക് സൈസ് ആയിരിക്കും. സെറോദ തന്നെ, അല്ലെങ്കിൽ ഈ ചാർട്ട് ഏതിൻ്റെ ചാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബൈ ഡിഫോൾട്ട് ആ ഒരു റേഞ്ചിൽ ആ ഒരു ബ്രിക്ക് സൈസ് ഡിഫൈൻ ആവും. ബട്ട് ഞാൻ ഇവിടെ മാനുവലി കൊടുക്കുവാണ്. ഞാൻ ഇവിടെ നമ്പർ 5 കൊടുത്തു. നമ്പർ 5 എന്ന് പറഞ്ഞാൽ 5 രൂപ പ്രൈസ് മൂവ്മെന്റിനാണ് എനിക്ക് ബ്രിക്ക് ഫോം ആവേണ്ടത്. സോ 5 കൊടുത്തിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, സോ റെങ്കോ ചാർട്ട് ഇവിടെ പ്ലോട്ട് ആയിട്ടുണ്ട്. ഇത് ബയോകോൺ സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള റെങ്കോ ചാർട്ടാണ്. സോ എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയാം. നമ്മളിവിടെ പ്ലോട്ട് ചെയ്തേക്കുന്ന 5 ആണ് ബ്രിക്ക് സൈസ് കൊടുത്തേക്കുന്നത്. സോ ഇത് ക്യാൻഡിൽ സ്റ്റിക്കിൽ നിന്ന് എന്താണ് മെയിൻ ഡിഫറൻസുകൾ എന്ന് പറയുന്നത്, ക്യാൻഡിൽ സ്റ്റിക്കിലെ ക്യാൻഡിൽ അല്ല, ഇതിന് ബ്രിക്സ് ആണ്, റെങ്കോ ബ്ലോക്ക് അല്ലെങ്കിൽ റെങ്കോ ബ്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിപ്പോ ഡെയിലി ടൈം ഫ്രെയിം ആണ് ഞാൻ കൊടുത്തതെങ്കിൽ പോലും ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയുവാണ്. കാരണം ഇവിടെ ടൈം ഫ്രെയിമിന് റെലവൻസ് ഇല്ല. കാരണം ഈ കാണുന്ന ഓരോ റെങ്കോ ബ്ലോക്കുകളും അല്ലെ റെങ്കോ ബ്രിക്സും ഇത് ക്യാൻഡിൽ അല്ല, ഈ റെങ്കോ ബ്രിക്സുകൾ ഓരോന്നും ഓരോ ദിവസം ഫോം ആവുന്നതല്ല. സപ്പോസ് ഇത് 25 ആണെങ്കിൽ ഇത് നെക്സ്റ്റ് 26, 27, 28 അങ്ങനെയല്ല ഈ റെങ്കോ ബ്ലോക്സ് അല്ലെങ്കിൽ റെങ്കോ ബ്രിക്ക് ഫോം ആവുന്നത്. കാരണം നമ്മൾ 5 മിനിറ്റ്സ് ആണ്, 5 ആണ് നമ്മൾ ബ്രിക്ക് സൈസ് സെലക്ട് ചെയ്തേക്കുന്നത്. സോ ഓരോ 5 രൂപ ഈ ബയോകോൺ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ അപ്സൈഡ് ആണ് 5 രൂപ മൂവ് ആവുന്നതെങ്കിൽ അവിടെ ഒരു ഗ്രീൻ റെങ്കോ ബ്രിക്ക് ഫോം ആവും. സോ ഇത് വേറെ ചാർട്ടിനകത്ത് നോർമൽ ആയിട്ടുള്ള ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ പല കളർ കോൺസെപ്റ്റിലുണ്ട്. ഇത് സെറോദ ചാർട്ടിൽ ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്ന റെങ്കോ ബ്രിക്ക് ഗ്രീനും ബിയറിഷ് റെങ്കോ ബ്രിക്ക് എന്ന് പറയുന്നത് റെഡും ആണ് വരുന്നത്. സോ 5 രൂപ അപ്സൈഡ് മൂവ് ആവുമ്പം അവിടെ ഒരു ക്യാൻഡിൽ ഫോം ആവും. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ഡെയിലി ടൈം ഫ്രെയിം എന്ന് കൊടുത്തെങ്കിൽ പോലും ഒരു ദിവസം തന്നെ 3 തവണ 100 രൂപയുള്ള സ്റ്റോക്ക് 105 ആയി 110 ആയെങ്കിൽ 2 ക്യാൻഡിൽ ഫോം ആവും. സോ അങ്ങനെയാണ് റെങ്കോയുടെ മൂവ്മെന്റ് നടക്കുന്ന പ്രൈസ്. സോ നമുക്ക് ഇവിടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ഈ ഒരു പോയിന്റിൽ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. 430 ഈ ഒരു ക്യാൻഡിൽ വന്നേക്കുന്നത്. ഓക്കെ, 430 നെക്സ്റ്റ് നമുക്ക് എക്സാക്ട്ലി അറിയാം ഈ ബ്രിക്ക് ക്ലോസ് ആയേക്കുന്നത് 435 ആണ്. അതായത് എക്സാക്ട്ലി 435 5 പോയിന്റ് 5 രൂപ എന്ന് കൊടുത്തേ 5 രൂപയുടെ പ്രൈസ് മൂവ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് ആ സ്റ്റോക്ക് ആ ഒരു ബ്രിക്ക് ക്ലോസ് ആവുന്നത്. സോ ആ ക്ലോസ് ആവുന്ന ടൈം ഇതിപ്പോ ലൈവ് മാർക്കറ്റ് ഹൗസിലാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് അതായത് 435 വന്നു. അപ്പൊ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആവണമെങ്കിൽ ഐദർ മുകളിലോട്ട് 435 440 സ്റ്റോക്ക് പ്രൈസ് എത്തണം, അതല്ലെങ്കിൽ 435 കുറഞ്ഞ് 430 ക്യാൻഡിൽ ഫോം ആവില്ല. കാരണം ഓൾറെഡി 435 ഇവിടെ ഒരു ഹൈയിൽ ഒരു പ്രൈസ് ഒരു ക്യാൻഡിൽ ഫോം ആയി. ഇനി 5 പോയിന്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലാങ്ക് ക്യാൻഡിൽ, ഇവിടെ ഒരു ക്യാൻഡിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് വന്ന് ക്ലോസ് ആവില്ല. അത് ക്ലോസ് ആവണമെങ്കിൽ അതിന് താഴെ വീണ്ടും 5 പോയിന്റ് കുറയണം ലിറ്ററലി. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഹൈ, സോ ഇവിടെ 449 450 റൗണ്ട് ചെയ്തു. ഓക്കെ, 450 ഒരു ക്യാൻഡിൽ ഹൈ വന്നു. ഓക്കെ, സോ നോർമൽ ആയിട്ട് നെക്സ്റ്റ് 455 ആയിരുന്നെങ്കിൽ ഇവിടെ ഇതിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് തന്നെ തൊട്ട് ഇത് 45 ഡിഗ്രി ടോപ്പിൽ തന്നെ ഒരു ഗ്രീൻ റെങ്കോ ബ്രിക്ക് വന്നേനെ. ഓക്കെ, ഞാൻ ക്യാൻഡിൽ എന്ന് സ്പെസിഫൈ ചെയ്യുന്നു, പക്ഷെ ബ്രിക്ക് ആണിത് വന്നേനെ. ബട്ട് സ്റ്റിൽ
ഇവിടെ പക്ഷേ ഈ 450 നിന്ന് ബയോകോൺ സ്റ്റോക്കിന്റെ പ്രൈസ് കുറയുകയാണ് ഉണ്ടായത്. അപ്പൊ കുറഞ്ഞിട്ട് ഇത് 450 നിന്ന് 445 വന്നു. 445 വന്നപ്പോൾ ഇവിടെ ഒരു റെഡ് ബ്രിക്ക് ഫോം ആയിട്ടില്ല. കാരണം ഇവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന ബ്രിക്കാണ്. പെയിന്റ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് 5 പോയിന്റും കൂടെ കുറഞ്ഞപ്പം, അതായത് 5 പോയിന്റ് കുറഞ്ഞപ്പോൾ ഇതിന്റെ ഓപ്പൺ പോയിന്റിൽ തന്നെ വന്ന് അവിടുന്ന് വീണ്ടും 5 പോയിന്റ് കുറഞ്ഞപ്പോഴാണ് ഒരു ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ഒരു ബ്രിക്ക് ഫോം ആവുന്നത്. സോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ 1 പോയിന്റ് ആണ് ബ്രിക്ക് സൈസ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നെങ്കിലും 1 രൂപയിൽ നിന്ന് 2 രൂപയിലേക്ക് എത്തുമ്പോൾ ഒരു ഗ്രീൻ ബ്രിക്ക് ഫോം ആവും. 2 നിന്ന് 3ലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിന്റെ ടോപ്പിൽ ഒരു ഗ്രീൻ ബ്രിക്കും കൂടെ ഫോം ആവും. പക്ഷെ 3 രൂപയിൽ നിന്ന് വീണ്ടും അത് കുറഞ്ഞ് 2ലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ബ്രിക്ക് ഫോം ആവില്ല. ആ ബ്രിക്ക് പെയിന്റിംഗ് ആയിരിക്കും. കാരണം ഓൾറെഡി ഒരു ഹയർ ബ്രിക്ക് വന്ന് ആ 3ൽ നിന്ന് വീണ്ടും കുറഞ്ഞ് 2ലേക്ക് എത്തുമ്പോൾ ഒരു റെഡ് വരും. ഓക്കെ, സോ ലോജിക് എന്ന് പറയുന്നത് 1, 2, 3 അങ്ങനെ ഒരു പോയിന്റ് വെച്ചിട്ടാണെങ്കിൽ 4ൽ നിന്ന് കുറഞ്ഞ് തിരിച്ച് റിവേഴ്സ് വരുവാണെങ്കിൽ ഒരു പോയിന്റും കൂടെ കുറയുമ്പോഴാണ് അടുത്ത ബ്രിക്ക്. അതൊരു ചാർട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പൊ അതിന്റെ തിരിച്ച് റിവേഴ്സൽ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡ് വന്നിട്ട് 435 വന്നു. 435 വന്നു വീണ്ടും അപ് ട്രെൻഡ് ആണ്. അപ്പൊ 440 ആയി കഴിഞ്ഞാൽ 5 പോയിന്റ് 440ൽ എത്തി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരേണ്ടതാണ്. പക്ഷെ ആ ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടില്ല. അത് നോർമൽ ലൈവ് മാർക്കറ്റ് ഹൗസിൽ അതിങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിനാണ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ്, അതായത് നമ്മളുടെ 5 പോയിന്റിന്റെ മൂവ്മെന്റ് കഴിഞ്ഞ് ഒരു ബ്രിക്ക് ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 5 പോയിന്റ്സ് മൂവ് ആവുന്നിടം വരെ, 5 പോയിന്റ്സിന്റെ ഒരു മൂവ്മെന്റ് വരുന്നിടം വരെ 1-2 പോയിന്റ് മൂവ് ചെയ്യുമ്പോഴെല്ലാം ഈ ലാസ്റ്റ് ബ്രിക്ക് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും. അപ്പ് സൈഡ് ഡൗൺ സൈഡ് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കും. അത് വന്ന് കൃത്യമായ ഒരു 5 മിനിറ്റ്സിന്റെ മൂവ്മെന്റ് വരുന്നെങ്കിൽ മാത്രമേ ആ ബ്രിക്ക് വന്ന് ക്ലോസ് ആവത്തുള്ളൂ. സോ അതാണ് ഈ പറഞ്ഞേക്കുന്ന പോയിന്റ്. അതായത് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് നമ്മളുടെ സാധാ ക്യാൻഡിൽ പോലെ, അതായത് ക്രോസിംഗ് എബോവ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബിലോ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം 5 മിനിറ്റിന്റെ അല്ലെങ്കിൽ ഇതിൽ സ്പെസിഫൈ ചെയ്തേക്കുന്ന ബ്രിക്ക് സൈസിന്റെ എക്സാക്ട് മൂവ്മെന്റിൽ എത്തിക്കഴിയുന്നിടം വരെ ആ ബ്രിക്ക് പെയിന്റിംഗ് ആയിരിക്കും. ആ പെയിന്റിംഗ് ബ്രിക്ക് അത് വന്ന് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റൂ. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിമ്പിൾ ലോജിക് ആണ്. ഇതിന് ടൈം വൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തെങ്കിൽ പോലും, സപ്പോസ് ഇത് ഡെയിലി ആണ്, സാധാരണ ഒരു ക്യാൻഡിൽ ഓരോ ക്യാൻഡിലും ഓരോ ഡേ ആണ്. പക്ഷെ ഇവിടെ നോക്കി അറിയാം ഇത് 22 ഒക്ടോബറിലെയാണ്, ഈ ക്യാൻഡിൽ 22 ഒക്ടോബർ ആണ്. ഇത് പക്ഷെ നെക്സ്റ്റ് ഡേയിലെ ക്യാൻഡിലേക്ക് പോയി. അത് ഒരു ദിവസം ഈ 5 പോയിന്റിൽ 10 തവണ ഡെയിലി ക്യാൻഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും 5 രൂപ വെച്ച് ബയോകോണിന്റെ പ്രൈസ് 50 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പോയിന്റിന്റെ 10 ക്യാൻഡിലുകൾ വരും. അത് അപ്സൈഡ് ആ മൂവ്മെന്റ് എങ്കിൽ ഗ്രീൻ ക്യാൻഡിൽ വരും, ഡൗൺ സൈഡ് ആണെങ്കിൽ അഡ്ജസ്റ്റന്റ് ബാക്ക് ടു ബാക്ക് റെഡ് ക്യാൻഡിൽസ് വരും. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെങ്കോ ചാർട്ട് എന്ന് വെച്ചാൽ ക്ലിയർ പ്രൈസ് മൂവ്മെന്റ്സ്, അതായത് എല്ലാ നോയ്സുകളെ എലിമിനേറ്റ് ചെയ്തിട്ട്, സപ്പോസ് നമുക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ക്ലിയർ ഒരു ട്രെൻഡ് ഇത് വളരെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ്, പ്രൈസ് അപ് ട്രെൻഡിലാണ്, ഇത് ട്രെൻഡിങ് ആയിട്ട് പോകുന്നു എന്നുള്ള 5 പോയിന്റ്സ് വെച്ചിട്ട് അത് എക്സാക്ട്ലി അതിന്റെ ട്രെൻഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ദെൻ ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതായത് റെങ്കോ വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ബ്രിക്കിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മളുടെ ബ്രിക്ക് സൈസ് എത്രയാണ്, നമ്മളിപ്പം 2 പോയിന്റ് ആണ് ബ്രിക്ക് സൈസ് എങ്കിൽ 2 പോയിന്റ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. 10 പോയിന്റ് ആണ് നമ്മൾ ബ്രിക്ക് സൈസ്, 10 ആണ് ബ്രിക്ക് സൈസ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബിലോ റെങ്കോയുടെ അത് വെക്കുവാണെങ്കിൽ 10 പോയിന്റ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യാം. സോ ബാക്കി എല്ലാ ട്രേഡിങ്ങിലെ ബാക്കി ക്യാൻഡിൽ കൺസിഡർ ചെയ്യുന്ന എല്ലാ നോയ്സുകളും എലിമിനേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഒരു ചാർട്ട് വരും പ്രൈസിന്റെ മൂവ്മെന്റിനനുസരിച്ച്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രിക്ക് സൈസ് സെലക്ട് ചെയ്യുന്നതിനകത്താണ്. ബ്രിക്ക് സൈസ് എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ മൂവ്മെന്റ്, അതായത് പ്രൈസ് കുറഞ്ഞ സ്റ്റോക്കുകൾ, ഇപ്പം 100 രൂപയുള്ള ഒരു സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് 1-2 പോയിന്റുകളായിരിക്കും മൂവ് ആവുന്നത്, അല്ലെങ്കിൽ 0.5 ആയിരിക്കും. അപ്പൊ അതിന്റെ ബ്രിക്ക് സൈസ് വളരെ ഷോർട്ട് ആക്കി വെക്കുക. അതായത് 0.5 അല്ലെങ്കിൽ 1 ഒക്കെയാണ് ബ്രിക്ക് സൈസ് വെക്കേണ്ടത്. അതേസമയം ഒരു വലിയ സ്റ്റോക്ക്, ഒരു 4000-5000 രൂപയുള്ള വലിയ സ്റ്റോക്കിന് ഒരു ഡെയിലി ചിലപ്പോൾ ഈസി ആയിട്ട് 15, 20, 30 പോയിന്റ് ഒക്കെ അവരുടെ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിന്റെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 15 പോയിന്റ് ആയിരിക്കണം. ആ ബ്രിക്ക് സൈസ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഓരോ 15 പോയിന്റിനും നമുക്ക് മൂവ്മെന്റ് കിട്ടുന്ന രീതിയിൽ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാം. സോ ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ സ്ട്രീക്ക് പോലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യണ്ട. വേണമെങ്കിൽ നമുക്ക് മൂവിങ് ആവറേജ് യൂസ് ചെയ്തിട്ട് ഒരു ട്രെൻഡും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. അപ്പം അതാണ് ഞാൻ സ്ട്രീക്കിൽ കാണിക്കാൻ പോകുന്നത്.
സോ എനിവേ ഇതാണ് റെങ്കോയുടെ കോൺസെപ്റ്റ്. വേറെ ഒന്നുമായിട്ട് നമുക്കിത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബൈ ഡിഫോൾട്ട് ബ്രിക്ക് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പം റെങ്കോ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ സെലക്ട് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ട്രൂ റേഞ്ച് ബേസ് ചെയ്തിട്ട് അതിന്റെ ബ്രിക്ക് സൈസ്, അതായത് ഈ ബയോകോൺ സ്റ്റോക്കിന്റെ ആവറേജ് ട്രൂ റേഞ്ച് വരുന്നത് 9 ആണ്. അപ്പം ബ്രിക്ക് സൈസ് ഇവിടെ ബൈ ഡിഫോൾട്ട് സെലക്ട് ആയി 9.4 എന്നുള്ള ബ്രിക്ക് സൈസ് സെലക്ട് ആയി. സോ ഇതാണ്. പക്ഷെ ഞാൻ ഇപ്പം കുറച്ചുകൂടെ ഒരു വലിയ സ്റ്റോക്ക് എടുത്ത് നോക്കാം. നമുക്കൊരു ബജാജ് ഫിനാൻസ് സ്റ്റോക്ക് എടുക്കാം. കാരണം അത് കുറച്ചുകൂടെ പ്രൈസ് ആണ്, അതിന്റെ മൂവ്മെന്റും കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സോ അതിന്റെ എടുത്തു കഴിഞ്ഞാൽ സോ സെയിം റെങ്കോ തന്നെ ഡിസ്പ്ലേ. ഇവിടെ റെങ്കോയിൽ എടുത്തു കഴിഞ്ഞാൽ 112 ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ പൊസിഷൻ സൈസ്, അതായത് ഈ റെങ്കോ ബ്രിക്ക് സൈസ് വന്നേക്കുന്ന ഓട്ടോ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ വന്നേക്കുന്ന എമൗണ്ട് ആണ് 112. അതായത് ഈ ഓരോ ബ്രിക്കിനും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓട്ടോ പൊസിഷൻ സൈസ് ഈ കാണുന്ന ഓരോ ബ്രിക്കും എന്ന് പറയുന്ന ആവറേജ് ട്രൂ റേഞ്ച് ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഓരോ ബ്രിക്കും 112 രൂപയുടെ മൂവ്മെന്റ് ആണ് തരുന്നത്. ഇപ്പം രണ്ടെണ്ണം, ഇത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ 112 മൂവ് ആയി, അടുത്ത 112 രൂപ അടുത്ത ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി. സോ അങ്ങനെ ആയിരിക്കും അത് കൺസിഡർ ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് അഡ്ജസ്റ്റ് ആവും ഓരോ സ്റ്റോക്കുകൾക്ക് അനുസരിച്ചും. പക്ഷെ ഓട്ടോ സെലക്ടിന് പകരം നമുക്ക് ഉള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മളുടെ ഒരു ട്രേഡിംഗ് പ്രൊഫൈൽ അനുസരിച്ചിട്ട് എത്ര പോയിന്റ് റിസ്ക് ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് മാറ്റി, അതായത് ബ്രിക്ക് സൈസ് മാറ്റിയിട്ട് ഓരോ ചാർട്ടുകൾ എടുത്ത് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ സിമ്പിൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതിന് ടൈം വൈസ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ഈ ബ്രിക്കുകൾക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ് 2 പോയിന്റേ ഉള്ളൂ. ഓപ്പൺ ആവുന്നത് ആ പ്രൈസ് ഓപ്പൺ ആവുന്നത്, ക്ലോസ് ആവുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കുന്ന ബ്രിക്ക് സൈസിന്റെ പോയിന്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ ആ ബ്രിക്ക് വന്ന് ക്ലോസ് ആവും. ഹൈ ലോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനും ഒരു കാര്യങ്ങളും ഇല്ല. വളരെ സ്ട്രെയിറ്റ് ആണ്, വളരെ ക്ലീൻ ആണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് സാധാരണ ഇതിലോട്ട് കൺഫ്യൂസ് ആവും. ഇപ്പൊ ട്രേഡേഴ്സ് ഒക്കെ സ്വാഭാവികമായിട്ടും വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ആൽഗോ ഒക്കെ ചെയ്യുമ്പം ഇതിന്റെ ഒരു പ്രൈസ് മൂവ്മെന്റ് വരാതെ നമ്മൾ ക്രോസസ് എബവ് അല്ലെങ്കിൽ ക്രോസസ് ബിലോ എന്നുള്ള കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ പ്രൈസിന്റെ മൂവ്മെന്റ് വന്ന് അത് ഹിറ്റ് ആയെങ്കിൽ, ഇവിടെ 112 നമ്മൾ കൊടുത്തിരിക്കുന്നത്, ആ 112 രൂപ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ക്ലോസ് ആകൂ. ആ ക്ലോസ് ചെയ്യുന്നിടം വരെ ഇപ്പൊ 60 രൂപ 70 രൂപ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡില് ആ ബ്രിക്ക് അപ്പോഴും പെയിന്റിങ് ആയിരിക്കും. അതായത് ആ മൂവ്മെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ് സൈഡ് ഡൗൺ സൈഡ് ഇങ്ങനെ അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് നമ്മുടെ ബ്രിക്ക് സൈസിന്റെ എക്സാക്ട് പ്രൈസിന്റെ മൂവ്മെന്റ് കിട്ടിയെങ്കിൽ മാത്രമേ ആ ബ്രിക്ക് ഒന്ന് ക്ലോസ് ആവത്തുള്ളൂ. അപ്പൊ എങ്കിലേ നമുക്കൊരു ട്രേഡിംഗ് സിഗ്നൽ, പ്രോപ്പർ ആയിട്ടൊരു എൻട്രി സിഗ്നൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അത് കൺഫ്യൂസ് ആവും. ഇനിയും സ്ട്രൈക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് റെങ്കോയിൽ ട്രേഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തിങ്, നമുക്കൊരു സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ അതിനൊരു സ്കാനർ സെറ്റപ്പ് ആണ്. സോ റെങ്കോ യൂസ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു സ്കാനർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ ഹൈക്കനാഷിയുടെ ഒക്കെ അതേപോലെ ബുള്ളിഷ് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുന്ന ഒരു സ്കാനറിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഹൈക്കനാഷിയുടെ ആ സെയിം സ്കാനർ തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുള്ളിഷ് സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം റെങ്കോ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക്. സോ അങ്ങനെ അതിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ സജഷൻസിൽ കൊടുക്കാം. സോ തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റോക്കുകൾ ഹൈക്കനാഷി സീരീസ് യൂസ് ചെയ്തിട്ട് സ്വിംഗ് ട്രേഡിന് പറ്റിയ സ്റ്റോക്കുകൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ ഡെയിലി വളരെ സിമ്പിൾ ആയിട്ട് ഡെയിലി അപ് ട്രെൻഡിൽ ക്ലോസ് ചെയ്യുന്ന, കണ്ടിന്യൂസ് ആയിട്ട് 1-2 ദിവസം ക്ലോസ് ചെയ്ത സ്റ്റോക്കുകൾ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. സോ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടി യൂസ് ചെയ്യാം. സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആണ്. സോ ഇത് റെങ്കോ ചാർട്ട് പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ, അതിന്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് കാണിക്കുന്നത്. നോർമലി ട്രേഡേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പൊ റെങ്കോ ബ്രിക്ക് സൈസ് ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ബ്രിക്ക് സൈസ് 5 ആണ്. സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് സ്റ്റോക്കുകൾ അനുസരിച്ച് ഞാനിപ്പോൾ ജനറലി സെലക്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ചെറിയ സ്റ്റോക്കുകൾക്ക് 0.5, 1, 2 അങ്ങനെ എടുക്കാം. വലിയ സ്റ്റോക്കുകൾക്ക് 5, 10 അങ്ങനെ മൂവ്മെന്റ് ബ്രിക്ക് സൈസ് എടുക്കാം. സോ അത് വളരെ ശ്രദ്ധിക്കുക. ദെൻ ക്യാൻഡിൽ ടൈം ഫ്രെയിം 1 hour ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അതായത് 2 ബുള്ളിഷ് റെങ്കോ ബ്രിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ലാസ്റ്റ് ബ്രിക്ക് ക്ലോസ് ചെയ്യുന്നത് 20 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണെങ്കിൽ ഒരു ബൈ സൈഡ് എൻട്രി എടുക്കും. ഒരു ഡെലിവറി ആണ്, അതായത് സ്വിംഗ് ഡെലിവറി ആയിരിക്കും. സ്വിംഗ് സൈഡ് കണ്ടിന്യൂസ്ലി റൺ ചെയ്യും, ഇൻട്രാഡേ അല്ല. ദെൻ അത് എപ്പോഴാണ് സെല്ല് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രെൻഡ് റിവേഴ്സ് ആയിട്ട് ബിയറിഷ് ആയിട്ടുള്ള റെങ്കോ ബ്രിക്ക് ഫോം ആകുമ്പോഴായിരിക്കും സെല്ല് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു റിസ്ക്കും കൂടെ ഉണ്ട്. കാരണം നമ്മൾ 5
ആണ് ബ്രിക്ക് സൈസ് സെലക്ട് ചെയ്യുന്നത്, സ്റ്റോക്ക് ഡെലിവറി ആണ് എടുക്കുന്നത്. ഇൻട്രാഡേക്കും ഇത് സെയിം സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്രിക്ക് സൈസ് നിങ്ങളുടേതായ രീതിയിൽ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡെലിവറി ആണ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഈ ബ്രിക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോക്ക് ഓപ്പൺ എടുത്ത് ചിലപ്പോൾ 15 പോയിന്റ് താഴെയാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് 5 മിനിറ്റിന്റെ റെഡ് ബ്രിക്ക് ഫോം ആവാൻ വരെ സ്ട്രീക്ക് വെയിറ്റ് ചെയ്യും. കാരണം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരുമ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ എക്സാക്ട്ലി എല്ലാ ദിവസവും 5 പോയിന്റിന്റെ തന്നെ മൂവ്മെന്റ് വരണം എന്നില്ല. സോ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ കൂടി ഉണ്ട് ഇതിൽ, അത് കൺസിഡർ ചെയ്യണം. സോ എനിവേ നമുക്ക് കാണിച്ചു തരാം. സോ എനിവേ ദിസ് വൺ സെൽ വെൻ ട്രെൻഡ് റിവേഴ്സ് വിത്ത് എ ബിയറിഷ് റെങ്കോ വിക്ക്. സോ ഞാനത് ചാർട്ടിൽ എന്താണ് എക്സാക്ട്ലി എന്ന് ഉദ്ദേശിക്കുക. അപ്പം ബജാജ് ഫിനാൻസിന്റെ തന്നെ നോക്കാം. സോ ഞാനിതൊരു 5 മിനിറ്റ്സ് 5 ആണ് റെങ്കോ ബ്രിക്ക് സൈസ് കൊടുക്കുന്നത്. സോ ബ്രിക്ക് സൈസ് നമ്മളിവിടെ ഓട്ടോമാറ്റിക് മാറ്റി 5 കൊടുത്തു. ഓക്കെ, 5 കൊടുത്തു. ആ ചാർട്ട് പോയിന്റ്, ആ ചാർട്ടിന്റെ ഇത് മാറി. അതേപോലെ തന്നെ മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്യുന്നു. ഇവിടെ സിമ്പിൾ മാറ്റി എക്സ്പോണൻഷ്യൽ ഒരു 20 പീരീഡ്. സോ നോർമൽ സിമ്പിൾ മൂവിങ് ആവറേജ് നോക്കാം. ഇത് കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടേതായ രീതിയിൽ ഓരോ ചാർട്ട് മാറ്റാം. ഓരോ സ്റ്റോക്കുകൾക്ക് അനുസരിച്ചിട്ട് മൂവിങ് ആവറേജിന്റെ മാറ്റി ഏതാണ് ബെസ്റ്റ് റിസൾട്ട്, ഏത് ബ്രിക്ക് സൈസ് സെലക്ട് ചെയ്യാം, അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. സോ ഇതൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനും റെങ്കോ ട്രേഡിംഗ് ചാർട്ട് പാറ്റേൺസ് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യുക. ഇത് അതേപോലെ ബ്ലൈൻഡ് ആയിട്ട് കോപ്പി ചെയ്തിട്ട് ഓവർ ദ ടൈം ഒരു മണി വെൻഡിങ് മെഷീൻ പോലെ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാം എന്നുള്ളതല്ല ഇതിന്റെ കോൺസെപ്റ്റ്. ജസ്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇനിയും ഈ വീഡിയോ കണ്ടതിന് ശേഷം റെങ്കോ ചാർട്ട് പാറ്റേണെ കുറിച്ച് യാതൊരു ഡൗട്ടും ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിൽ കവറേജ് ചെയ്യാനുള്ള ഒരുമാതിരി എല്ലാ കാര്യങ്ങളും റെങ്കോയെ പറ്റിയുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം 2 ബുള്ളിഷ് ക്യാൻഡിൽ, ഓക്കെ, 2 ബുള്ളിഷ് ബ്രിക്ക് വന്ന് സെക്കൻഡ് ബ്രിക്ക്, അതായത് അത് ക്ലോസ് ചെയ്യുന്നത് ഈ 20 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഈ ലൈനിന് മുകളിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഒരു എൻട്രി എടുക്കും. ആ എൻട്രി എടുത്തിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ എവിടാണ് വന്ന് ക്ലോസ് ചെയ്യുന്നത്. റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു 5 ബ്രിക്ക് സൈസ് ആകുമ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ്സിന്റെ ബ്രിക്ക് ഉണ്ട്, പക്ഷെ അത് ഫോം ആവില്ല. കാരണം അപ് ട്രെൻഡ് നിൽക്കുന്നത് ഡൗൺ ട്രെൻഡ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഈ എൻട്രി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സപ്പോസ് ഈ ഒരു പോയിന്റിൽ എടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഒരു അപ് ട്രെൻഡ് നിൽക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ വന്നു, ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. ആൻഡ് സെക്കൻഡ് ക്യാൻഡിൽ, ഇതാണ് സെക്കൻഡ് ബുള്ളിഷ് ബ്രിക്ക്, ക്യാൻഡിൽ അല്ല, ബ്രിക്ക്. ഇത് ക്ലോസ് അയക്കുന്ന 20 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന്റെ മുകളിലാണ്. സോ ഇവിടെ നമ്മൾ ഒരു എൻട്രി എടുത്തു. ഇവിടെ എൻട്രി എടുത്തിട്ട് ആ റാലി ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയി. സോ ഇതിങ്ങനെ എൻജോയ് ചെയ്ത് 5 പോയിന്റ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്ന ബ്രിക്ക് സൈസ്. സോ 5ന്റെ വെച്ചിട്ട് അപ് ട്രെൻഡ് ഇങ്ങനെ എടുത്തിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് ഒരു റെഡ് ബ്രിക്ക് ഫോം ചെയ്യുന്ന ഈ പോയിന്റിൽ നമ്മൾ സെല് ചെയ്ത് മാറും. സോ ഇതാണ് ഈ സിമ്പിൾ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. സ്റ്റോക്കുകൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു വാല്യൂസ് പാരാമീറ്റേഴ്സ് മോഡിഫൈ ചെയ്ത് നോക്കുക. ബാക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ലൈവിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലൈവിൽ എൻട്രി എടുക്കാതെ തന്നെ ചാർട്ടുകൾ പേപ്പർ ട്രേഡ് ചെയ്യുന്ന പോലെ നോക്കുക. സോ എനിവേ നമുക്ക് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം. സോ ഇതാണ് സ്ട്രാറ്റജി കണ്ടീഷൻസ്. വളരെ സിമ്പിൾ ആണ് ക്രിയേറ്റ് ചെയ്യാൻ. സ്ട്രാറ്റജീസ്, ക്രിയേറ്റ് സ്ട്രാറ്റജി. സോ സ്ട്രീക്ക് നിങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ആണ് ഇത് കാണുന്നെങ്കിൽ സ്ട്രീക്കിന്റെ തീർച്ചയായിട്ടും ഉള്ള ബേസിക് വീഡിയോസ് കാണുക. സ്ട്രീക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും സ്ട്രീക്കിന്റെ ബേസിക് എൻട്രി കണ്ടീഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഞാൻ ആ വീഡിയോ സജഷൻസിൽ കൊടുക്കാം. തീർച്ചയായും കണ്ടത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് ഫോളോ ചെയ്യുക. സോ ഇത് സ്ട്രാറ്റജി ക്രിയേഷൻ വിൻഡോയിൽ ഫസ്റ്റ് തിങ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രിക്ക് സൈസ്. സോ അത് തന്നെ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. സോ അഡ്വാൻസ്ഡ് ക്യാൻഡിലിൽ ഇവിടെ അഡ്വാൻസ്ഡിൽ ക്യാൻഡിൽ സ്റ്റിക്ക് എന്നുള്ളതായിരിക്കും ഡിഫോൾട്ട്. അത് മാറ്റി റെങ്കോ സെലക്ട് ചെയ്യുക. റെങ്കോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്രിക്ക് സൈസ് വരും. ബ്രിക്ക് സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് 5 ആണ്. ഓക്കെ, സ്റ്റോക്കുകൾക്ക് അനുസരിച്ച് മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ഡെലിവറി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ CNC ഓർ നോർമൽ മാറ്റി കൊടുത്തു. ഇൻട്രാഡേ എന്നുള്ളത് മാറ്റി. ഇൻട്രാഡേക്കും നമുക്കത് യൂസ് ചെയ്യാം. എനിവേ ബൈ സൈഡ് ഞാനൊരു 100 ക്വാണ്ടിറ്റി കൊടുക്കാം. സിമ്പിളായിട്ട് 2 ബുള്ളിഷ് ക്യാൻഡിൽ വരണം. ബുള്ളിഷ് ക്യാൻഡിൽ വന്നതിന് ശേഷം എൻട്രി എടുക്കുക. അപ്പം ഇനി എൻട്രി കണ്ടീഷൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. സോ പ്രൈമറി എൻട്രി കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലോസ്, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ്. സോ ക്ലോസ് ഹയർ ദാൻ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോസസ് ബിലോ, ക്രോസസ് എബോവ് എന്നുള്ള കണ്ടീഷൻസ് റെങ്കോയിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം
നോർമൽ ക്യാൻഡിൽ സ്റ്റിക്ക് പോലല്ല റെങ്കോ ബ്രിക്ക്. അത് ആ പ്രൈസ് മൂവ് ആയതിനു ശേഷം മാത്രമേ അത് വന്ന് ക്ലോസ് ആവത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ ബ്രിക്ക് ഫോം ആവത്തുള്ളൂ. ആ ബ്രിക്ക് ഫോം ആവുന്നിടം വരെ അതിങ്ങനെ ബ്രിക്ക് പെയിന്റിങ് ആയിരിക്കും. സോ അപ്സൈഡ് ഒരു ഗ്രീൻ ബ്രിക്ക് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുമ്പം ക്രോസസ് അബോവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമീഡിയറ്റ്ലി പ്രൈസ് താഴെ പോയി 5 പോയിന്റ് താഴെയാണ് വരുന്നതെങ്കിൽ ആ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ബ്രിക്ക് തന്നെ ആയിരിക്കും സെയിം റെഡ് ആയിട്ട് മാറുന്ന, റിവേഴ്സ് ആവുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. ലൈവ് മാർക്കറ്റിൽ അത് ഒബ്സർവ് ചെയ്തെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ സിമ്പിൾ ആയിട്ട് ഹയർ ദാൻ ഇവിടെ ഓപ്പൺ കൊടുക്കുക. 1 അവർ ആണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ്, അതായത് ഒരു ബുള്ളിഷ് 1 അവർ ബ്രിക്ക് ഫോം ആയി. സോ പ്രീവിയസ് കണ്ടീഷനും കൂടെ നമുക്ക് വാലിഡേറ്റ് ചെയ്യണം. പ്രീവിയസ് ക്ലോസ് ഹയർ ദാൻ പ്രീവിയസ് ഓപ്പൺ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ 2 ക്യാൻഡിൽ കിട്ടി. അതായത് ഈ ഒരു ക്യാൻഡിലാണല്ലോ നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയി. ഓക്കെ, ഇതൊരു ക്ലോസ് ഹയർ ദാൻ ഓപ്പൺ ആണ്. കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ബ്രിക്കിൽ ക്ലോസ് ഹയർ ദാൻ ഓപ്പൺ ആണ്. സോ അതിന്റെ പ്രീവിയസ് ബ്രിക്ക് ആണിത്. പ്രീവിയസ് ബ്രിക്ക് അത് ഓപ്പൺ ക്ലോസ് ഹയർ ദാൻ പ്രീവിയസ് ഓപ്പൺ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഇനി നമ്മുടെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ കൂടെ ആകണം എന്നുള്ള കണ്ടീഷൻ. സോ അതുകൂടെ പ്ലോട്ട് ചെയ്യാം. ആൻഡ് ക്ലോസ്, അതായത് കറന്റ് ക്ലോസ് അഗെയിൻ ഹയർ ദാൻ EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് 20 പീരീഡ് എക്സ്പോണൻഷ്യൽ ആവറേജിന് മുകളിലാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിന്റെ കണ്ടീഷൻ ജസ്റ്റിഫൈ ആയി. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ കൺസിഡർ ചെയ്യില്ല, കാരണം 20 പീരീഡ് ഇവിടെ വരുന്നത്. ഇത് കൺസിഡർ ചെയ്യില്ല, കാരണം ഇതിന്റെ ക്ലോസ് പ്രീവിയസ് ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എൻട്രി വരും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ വരുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്തേക്കുന്നത് EMAയുടെ മുകളിലാണ്. പ്രീവിയസും ബുള്ളിഷ് ആണ്, 2 ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. സോ നമ്മുടെ എൻട്രി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയി. സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ തൽക്കാലം മാക്സിമം ആ ഒരു റാലി റൺ ആവുന്നതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് സ്പെസിഫൈ ചെയ്യുന്നില്ല. 99 കൊടുക്കാം. ടാർഗറ്റും അതേപോലെ തന്നെ 99 എന്ന് കൊടുത്തു. കാരണം നമ്മുടെ എക്സിറ്റ് കണ്ടീഷൻ ഞാൻ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റെഡ് ബ്രിക്ക് ഫോം ആവുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ള കണ്ടീഷനാണ്. സോ ക്ലോസ് സിംപ്ലി ലോവർ ദാൻ ഓപ്പൺ. ഇവിടെ നമ്മൾ ഒരു ക്യാൻഡിൽ റെഡ് എങ്കിലും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അപ് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ശരിക്കും ക്ലോസ് ആവുന്നത്, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നത് 5 പോയിന്റ് താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 5 ബ്രിക്ക് സൈസ് എങ്കിൽ വീണ്ടും അടുത്ത ഒരു 5 പോയിന്റ്. സോ നെറ്റ് എഫക്റ്റ് 10 പോയിന്റ് താഴോട്ട് പോകുമ്പോഴാണ് ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ആവുന്നത്, റിവേഴ്സ് ആവുമ്പോൾ. പിന്നീട് അങ്ങോട്ട് ഓരോ 5 പോയിന്റിലും ഇത് ക്ലോസ് ആയി മാറും. സോ അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ക്ലോസ് ലോവർ ദാൻ ഓപ്പൺ വരുന്ന കണ്ടീഷനിൽ ഞാൻ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി ഇത് കൊടുത്തു കഴിഞ്ഞു. ടൈം റെങ്കോ, ദെൻ നോർമൽ. ഇതിന് സ്ട്രാറ്റജി നെയിം കൊടുക്കാം, റെങ്കോ സ്ട്രാറ്റജി. എനിവേ ഇനി സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ റാൻഡം ആയിട്ട് ആഡ് ചെയ്തു. എനിവേ നമുക്ക് സ്ട്രാറ്റജി കണ്ടീഷൻ ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാം. So close higher than open, and then previous close higher than previous open, close higher than 20 period exponential moving average, then exit condition close lower than open. So risk reward ratio specify ചെയ്തിട്ടില്ല. നോർമലി ലൈവ് ട്രേഡ് എടുക്കുമ്പോൾ കൃത്യമായ റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യണം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി ഒന്ന് നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സേവ് ആൻഡ് ബാക്ക് ടെസ്റ്റ്. സോ ബാക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ട്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ബാക്ക് ടെസ്റ്റ് ആണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് എൻട്രീസ്. കാരണം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ, ഞാൻ ബാക്ക് ടെസ്റ്റിൽ റെലവൻസ് ഇല്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനും ഇത് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. കാരണം ഈ ഇതിൽ നമ്പർ ഓഫ് എൻട്രീസ് ഇപ്പം നമ്മൾ 1 അവറിലാണ്. ഓരോ 1 അവറിലും ബജാജ് ഫിനാൻസ് പോലെ ഒരു മൂവ്മെന്റ് ഉള്ള ഒരു സ്റ്റോക്കിന് 5 പോയിന്റ് മൂവ് ആവുമ്പോൾ എൻട്രി എടുക്കും. 185 എൻട്രി വന്നിട്ടുണ്ട് ഈ പീരീഡിൽ തന്നെ. ഒരു 1 ഇയർ പീരീഡ് ആണ് എടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് യെസ്, എക്സാക്ട്ലി 1 ഇയർ പീരീഡ്. സോ ഈ 185 എൻട്രിയിൽ നമ്മൾ ബ്രോക്കറേജ് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 52 കാണിക്കുന്നെങ്കിൽ 17% മാത്രമേ റിട്ടേൺസ് വരുന്നുള്ളൂ. സോ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതലാണ്.
സോ ഈ ബാക്ക് ടെസ്റ്റിന്റെ ഫിഗേഴ്സ് കാണുമ്പം ഫാൻസി ആണെന്ന് കരുതിയിട്ട് അങ്ങനെയല്ല, ഇതിൻ്റെതായ രീതി മോഡിഫൈ ചെയ്യണം. ഞാനിത് എക്സാക്ട്ലി ഈ സ്ട്രാറ്റജി ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ലൈവ് മാർക്കറ്റിൽ പ്രോഫിറ്റ് എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതല്ല പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, റെങ്കോ ചാർട്ട് എന്താണെന്നും റെങ്കോ എങ്ങനെ യൂസ് ചെയ്യാം, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ സ്ട്രീക്ക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഈ റെങ്കോ ചാർട്ടിംഗ് പാറ്റേൺ എങ്ങനെ അത് വെച്ചിട്ട് ആൽഗോ ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. ഓരോ പ്രൈസ് ബേസ്ഡ് ഓരോ സ്റ്റോക്കുകൾക്കും യുണീക്ക് ആയിട്ടുള്ള ആൽഗോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ബ്രിക്ക് സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. എക്സാക്ട്ലി ആ ബ്രിക്ക് സൈസിനനുസരിച്ചിട്ടായിരിക്കും മൂവ്മെന്റ് ക്യാപ്ചർ ആവുന്നത്. സോ 5 പോയിന്റ് എന്ന് നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ഒരു സ്റ്റോക്കിന് 3 പോയിന്റ് എന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റോക്കിന്റെ റേഞ്ച് അതായിരിക്കും. അപ്പോൾ ആ 3 പോയിന്റ് വെച്ചിട്ടായിരിക്കും മൂവ്മെന്റ് വരുന്നത്, അപ്പ് സൈഡ് ആണെങ്കിൽ ഡൗൺ സൈഡ് ആണെങ്കിൽ. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ്, ഇപ്പൊ 2 ബ്രിക്കിന് താഴെ സ്റ്റോപ്പ് ലോസ് എന്ന് സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ ഒരു 3 പോയിന്റ്, 3 അങ്ങനെ 6 പോയിന്റ് താഴെ എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് പോയിന്റ് ബേസ്ഡ് സ്റ്റോപ്പ് ലോസ് സ്പെസിഫൈ ചെയ്യാനും റെങ്കോടെ യൂസ് ചെയ്യാം. ധാരാളം കമ്പൈൻ ചെയ്തിട്ട് ഒരുപാട് ഇൻട്രാഡേ സ്ട്രാറ്റജിക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. സോ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം ഇതാണ്. പിന്നെ പറയാൻ വിട്ടുപോയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, സ്ട്രീക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഇത് റെങ്കോ അൾട്ടിമേറ്റ് പ്ലാനിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ബേസിക് അധികം ആളുകളും ബേസിക് പ്ലാൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് പ്ലാൻ ആണ്. ബേസിക് പ്ലാനിൽ റെങ്കോ അവൈലബിൾ അല്ല. അൾട്ടിമേറ്റ് പ്ലാനിൽ മാത്രമേ സ്ട്രീക്കിന്റെ റെങ്കോ അവൈലബിൾ ആണ്. സോ ഇതിനു വേണ്ടി മാത്രം ഉടനെ തന്നെ അൾട്ടിമേറ്റ് പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ്. സ്റ്റിൽ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ലൈവ് മാർക്കറ്റിൽ നോർമൽ സ്ട്രീക്ക് യൂസ് ചെയ്തിട്ടുള്ള നോർമൽ സിറോദ ചാർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാർട്ടിൽ റെങ്കോ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഒരു പേപ്പർ ട്രേഡ് ചെയ്യുക. പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. സ്ട്രീക്കിൽ പേപ്പർ ട്രേഡ് ചെയ്യണമെങ്കിൽ പോലും റെങ്കോ യൂസ് ചെയ്യണമെങ്കിൽ അൾട്ടിമേറ്റ് പ്ലാനിലേക്ക് മാറണം. അപ്പോൾ അൾട്ടിമേറ്റ് പ്ലാനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ നോർമൽ ഇതിൽ നിങ്ങൾ ഈ കോൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇത് പ്ലോട്ട് ചെയ്ത് നോക്കുക. അതിന്റെ മൂവ്മെന്റ് കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ബെനിഫിഷ്യൽ ആണെന്ന് മാത്രം മനസ്സിലാക്കിയതിന് ശേഷം ഈ റെങ്കോ ഈ സ്ട്രീക്കിൽ അൾട്ടിമേറ്റ് പ്ലാൻ ട്രൈ ചെയ്ത് 1 മന്തിലേക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഡയറക്റ്റ് സ്ട്രാറ്റജി അതേപോലെ കോപ്പി ചെയ്യുന്നതിന് പകരം കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. സോ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനൽ ത്രൂ ഷെയർ ചെയ്യും. സോ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.